ബാങ്കോക്ക് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് പട്ടായയിലുള്ള ടൈഗർ ടോപ്പിയ സൂവിലേക്കാണ്. ടൈഗർ ടോപ്പിയ സൂവിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഏതൊരു മനുഷ്യനും നേരിട്ട് കണ്ടാൽ ഭയപ്പെടുന്ന ടൈഗറിന്റെ കൂടെ നമുക്ക് നേരിട്ട് ടൈഗറിന്റെ അടുത്തിരുന്ന് ടൈഗറിനെ തൊട്ട് തലോടിയും കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഈ ടൈഗർ ടോപ്പിയ സൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടൈഗർ ടോപ്പിയയിൽ ടൈഗർ മാത്രമല്ല കേട്ടോ, നല്ല വൈറ്റ് ലയണുണ്ട്, അതേപോലെ തന്നെ ക്രക്കഡൈലുകളുണ്ട്, ചെറുതും വലുതും. ക്രക്കഡൈലിന്റെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കയ്യിലൊക്കെ എടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ടൈഗർ ടോപ്പിയ സൂവിൽ ഒരുപാട് കാണാനുണ്ട്. ടൈഗർ ടോപ്പിയ സൂ കണ്ട ശേഷം ടൈഗർ ടോപ്പിയയിലുള്ള റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ പട്ടായയിലുള്ള ഹോട്ടലിലേക്ക് നമ്മൾ പോകും. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷപ്പ് ആവേണ്ടവർക്ക് ഫ്രഷപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് പട്ടായയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്കാണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്ത് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് വെറൈറ്റി ഫുഡുകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബോട്ട് സവാരി എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് വെറൈറ്റി റെസ്റ്റോറന്റുകൾ ഉണ്ട്. ഷോപ്പിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇതേ ദിവസം വൈകിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പട്ടായയിലെ ലേഡി ബോയ്സ് നടത്തുന്ന അൽക്കാസർ ഷോ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അൽക്കാസർ ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിന്നറും കഴിച്ച് പട്ടായയിലെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകും. രണ്ടാമത്തെ ദിവസം ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പട്ടായയിലെ വളരെ ഫേമസ് ഐലൻഡ് ആയിട്ടുള്ള കോറൽ ഐലൻഡിലേക്കുള്ള സ്പീഡ് ബോട്ടിലുള്ള യാത്ര നമ്മൾ ആരംഭിക്കും. കോറൽ ഐലൻഡിൽ എത്തിയ ശേഷവും കോറൽ ഐലൻഡിൽ എത്തുന്നതിന് മുമ്പുമായിട്ട് നമുക്ക് ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, പേഴ്സണലായിട്ട് ചെയ്യാവുന്നതാണ്. കോറൽ ഐലൻഡ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പട്ടായയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. നമ്മൾ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തായ് ഫുഡ് കഴിക്കാൻ പറ്റും. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഈ കോറൽ ഐലൻഡിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോറൽ ഐലൻഡിലുള്ള ബീച്ചിലും നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. കോറൽ ഐലൻഡിലുള്ള ട്രിപ്പൊക്കെ കഴിഞ്ഞ് കോറൽ ഐലൻഡിൽ നിന്ന് സ്പീഡ് ബോട്ട് വഴി നമ്മൾ പട്ടായയിൽ തിരിച്ചെത്തും. പട്ടായയിൽ നിന്ന് നമ്മൾ നേരെ നമ്മളുടെ പട്ടായയിലുള്ള ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോകും. അവിടെ ചെന്ന് നമുക്ക് ഫ്രഷപ്പ് ആവാം. ഫ്രഷപ്പ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അടുത്തതായി നമ്മൾ പട്ടായയിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ബിഗ് ബുദ്ധ ടെമ്പിൾ, അതേപോലെ പട്ടായ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പോകും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പട്ടായ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു വരും. ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പട്ടായയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നോങ് നോച്ച് വില്ലേജ് ഗാർഡൻ കാണാനാണ് നമ്മൾ പോകുന്നത്. നോങ് നോച്ച് വില്ലേജ് എന്ന് പറയുന്ന ഒരു ഫുൾ ഡേ ടൂർ ആണ്. നോങ് നോച്ചിൽ എലിഫന്റ് ഷോയും തായ് ഷോയും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് ഡിന്നർ എല്ലാം കഴിച്ച് തിരിച്ച് പട്ടായ ഹോട്ടലിലേക്ക് തിരിച്ചു വരും. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രശസ്തമായ, ലോകത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിറ്റിയാണ് പട്ടായ എന്ന് പറയുന്നത്. നമുക്ക് പട്ടായ സിറ്റിയിൽ 3 രാത്രിയാണ് നമുക്ക് നമ്മുടെ പാക്കേജിൽ കിട്ടുന്നത്. 3 രാത്രി നമ്മുടെ പാക്കേജ് ഡേ ടൈമിലുള്ള നമ്മുടെ പാക്കേജ് ടൂറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ പട്ടായ ബീച്ചിലേക്ക് പോകാൻ പറ്റും. ഇതേപോലെ പട്ടായയിൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. നാലാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പട്ടായയിലുള്ള ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്യും. ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. ബാങ്കോക്കിൽ നമ്മൾ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പായിട്ട് ബാങ്കോക്കിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗോൾഡൻ ബുദ്ധ ടെമ്പിളും മാർബിൾ ടെമ്പിളും നമ്മൾ കാണാൻ പോകും. ഈ ഗോൾഡൻ ബുദ്ധ ടെമ്പിളിനകത്ത് 5500 കിലോ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ, ഒറിജിനൽ പ്യൂർ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയ ബുദ്ധന്റെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മാർബിൾ ടെമ്പിൾ കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാങ്കോക്കിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഷോപ്പിംഗ് സെന്ററുകളിലേക്ക് നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോകും. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാങ്കോക്കിലുള്ള ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നതിനായിട്ട് പോകുന്നത്. 5ാമത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ബാങ്കോക്കിലുള്ള നമ്മുടെ ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്യും. ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ബാങ്കോക്കിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോകും. സഫാരി വേൾഡിനകത്ത് നമുക്ക് 2 അട്രാക്ഷൻസ് ആണ്, സഫാരി പാർക്കും മറൈൻ പാർക്കും. എലിഫന്റ് ഷോ കാണാൻ പറ്റും, പൈവാർ കാണാൻ പറ്റും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഷോകൾ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ആനിമൽസിനെ, നമ്മൾ ലൈഫിൽ കാണാത്ത ഒരുപാട് ആനിമൽസിനെ നമുക്ക് നേരിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റും. മറൈൻ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് സഫാരി പാർക്ക് എന്ന് പറയുന്ന ഓപ്പൺ സൂയിലേക്കാണ്. നമ്മളുടെ പേഴ്സണൽ വെഹിക്കിൾ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ 5ാമത്തെ ദിവസം നമ്മുടെ ടൂറിന്റെ എൻഡ് ദിവസമാണ്. സഫാരി പാർക്കും മറൈൻ പാർക്കും എല്ലാം കണ്ടതിന് ശേഷം വൈകിട്ട് നമ്മൾ നേരെ തിരിച്ച് കൊച്ചിയിലേക്ക് പോകാനായിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് എത്തും. ഇതോടെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞു. ഒരുപാട് നമ്മൾ ലൈഫിൽ കാണാത്ത ഒരുപാട് ഓർമ്മകളുമായി നമ്മുടെ ബാങ്കോക്ക് പട്ടായ ടൂർ അവസാനിക്കും. തായ്ലൻഡിലേക്ക് നമ്മൾ ഡ്രീം ഹോളിഡേയ്സ് ചെയ്യുന്നത് 2 ടൈപ്പ് ടൂറാണ്. ഒന്ന് ഗ്രൂപ്പ് ടൂർ, ഒന്ന് ഇൻഡിവിജ്വൽ പ്രൈവറ്റ് ടൂറുകൾ. നമുക്ക് പ്രൈവറ്റ് ടൂർ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റിന് പോകാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിന് നിങ്ങൾ 2 3 പേരോ അതല്ലെങ്കിൽ നിങ്ങൾ എത്ര പേരാണോ 10 പേരോ 50 പേരോ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ആണെങ്കിലും നമ്മൾ പ്രൈവറ്റ് ടൂർ നമ്മൾ ഏത് ഡേറ്റിന് വേണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ കൊണ്ടുപോകുന്നത് ഗ്രൂപ്പ് ടൂർ ആണ്. ഗ്രൂപ്പ് ടൂർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെയിം ഐറ്റിനറി എല്ലാ മാസവും ഗ്രൂപ്പായിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കൊച്ചിയിൽ എത്തുന്നത് വരെയുള്ള എല്ലാ ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, എയർ ടിക്കറ്റ് ഓൾ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന
വരുന്ന ഗ്രൂപ്പ് ടൂറിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡ്രീം ഹോളിഡേയ്സിന്റെ തായ്ലൻഡ് ടൂറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാനും ടൂർ ബുക്ക് ചെയ്യാനുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തണം.